നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവള് പറയുന്നത് കേട്ടിട്ടെങ്കിലും നീ ഈ വിഡ്ഢിവേഷം അഴിച്ചു വെക്ക് സഞ്ജു. എന്നിട്ട് സഞ്ജനയെ മനസ്സിലാക്കൂ. ഇപ്പൊ നിനക്ക് വേണ്ട ആശ്വാസം എനിക്കേ തരാൻ കഴിയൂ. നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന? ഇപ്പോഴത്തെ സഞ്ജുവിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അവസ്ഥ നിനക്ക് എങ്ങനെ അറിയാം? നീ എന്റെ കൂടെയാണ് ജീവിക്കുന്നത്. സഞ്ജു എന്റെ കൂടെ ജീവിച്ചു തുടങ്ങിയില്ലെങ്കിലും എന്റെ മനസ്സിൽ സഞ്ജു ജീവിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി. ഇന്ന് സഞ്ജുവിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ച ദിവസമല്ലേ? ഒരിക്കൽ കൂടി സ്വാതി സഞ്ജുവിനെ തള്ളി പറഞ്ഞ ദിവസം. സ്വാതിയുടെ നാവിൽ നിന്ന് തന്നെ സഞ്ജു അത് കേട്ടു. ഇവളെങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? ഞാൻ എന്ത് കേട്ടോ നീ പുലമ്പുന്ന? ഇത് പുലമ്പലല്ല സഞ്ജു. സ്വാതിയെ കാണാൻ പോയിട്ട് ഒരു തവണയെങ്കിലും സ്വാതി ഉണർന്നു കിടന്നപ്പോ സഞ്ജു അവളുടെ മുന്നിലേക്ക് പോയോ? ഒരു തവണയെങ്കിലും നിങ്ങൾ പരസ്പരം കണ്ടോ? ഇല്ല. അവൾ ഉറങ്ങിക്കിടക്കുമ്പോ ജനലിലൂടെ ഒളിഞ്ഞു കാണുമെന്നല്ലാതെ അവളുടെ മുന്നിൽ ചെന്നാ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് സഞ്ജുവിനും അറിയാം, അത് അമ്മുവിനും അറിയാം. സ്വാതി എഴുന്നേറ്റ് നടന്നാ പോലും സഞ്ജുവിന്റെ താലിക്ക് സ്വാതി കഴുത്ത് നീട്ടി തരില്ല. താലിയല്ല ഇന്ന് അവള് ഭാഗ്യമായിട്ട് കാണുന്നത്, അവളുടെ തളർന്നു പോയ കാലുകളെയാ. സ്വാതിക്കിനി വരാൻ പോകുന്നത് പുനർജന്മോ? കഴിഞ്ഞ ജന്മം പോലെ സഞ്ജുവിനെ അവള് മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞു. എന്റെ പെണ്ണ സ്വാതി, ഈ ജന്മമല്ല ഇനി 100 ജന്മങ്ങളുണ്ടെങ്കിലും അവള് തന്നെയായിരിക്കും സഞ്ജുവിന്റെ പെണ്ണ്. അവൾക്ക് നീ എന്നല്ല, ഈ ഭൂമിയിൽ ഒരു പെണ്ണും പകരാവില്ല. സ്വാതിക്ക് മുന്നിൽ നീ പരിഹാസ്യനായി തീരുന്നത് എനിക്കൊന്ന് കാണണം. ഇപ്പൊ നീ പറഞ്ഞ ഓരോ വാക്കും സഞ്ജന മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് നിന്റെ മുന്നിൽ ആവർത്തിക്കാൻ എനിക്കൊരു ദിവസം വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.